മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ബറും അതേപോലെ തന്നെ ശൈത്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയി വന്നതിന് ശേഷം മാറ്റം വന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ശൈത്യ പറയുന്നുണ്ട്. അവൻ എന്തൊരു മാറ്റമാണ് സംഭവിച്ചത്. അവനും ഹനിമോളും എങ്ങനെ ശത്രുത ഉണ്ടായിരുന്നതാണ്. അവൻ പുറത്തു പോകാൻ കാരണമായതേ അവളാണ്. എന്നിട്ട് അവൻ എന്തിനാണ് ഇങ്ങനെ അവളുമായിട്ട് വലിയ സൗഹൃദത്തിൽ പോകുന്നത്. ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ എന്നോട് പറയുന്നത്, എനിക്കറിയാം അനുമോളെ, ഞാൻ അതിനനുസരിച്ച് നിന്നോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അവൻ അനുമോളുടെയും അതേപോലെ വൈൽഡ് കാർഡിൻ്റെയും കൂടെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം ശൈത്യ പറയുന്നത് അനുമോൾക്ക് പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിയാം. കാരണം ലക്ഷ്മീനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലക്ഷ്മി പുറത്ത് ഫാൻസ് ഉള്ളവരുടെ അടുത്ത് മാത്രമാണ് പോയി ഇരിക്കാറും വർത്തമാനം പറയാറുള്ളത്. അവൾ അനുമോളുടെ അടുത്ത് വന്നിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അനുമോൾക്ക് എന്താണെങ്കിലും പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാരണം ഡ്രസ്സിങ് റൂമിൽ നിന്ന് ലക്ഷ്മി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് പോസിറ്റീവാണെന്ന്. അതറിഞ്ഞ പിന്നെയാണ് അവൾ ട്രാക്ക് മാറ്റിയത്. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവൾ അതിന് ട്രാക്ക് മാറ്റുന്നത്, അതേ ഇതിൽ പോയാൽ പോരെ പോസിറ്റീവ് ആണെങ്കിൽ എന്ന്. അവൾ ഫുള്ള് കരച്ചിൽക്കാരനാണെന്നാണ് പുറത്തറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കരയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ട്രോങ് ആയതാണ്. അവൾ ജിയോ ഹോട്ട്സ്റ്റാർ അവളെ പായസം ഉണ്ടാക്കാൻ സെലക്ട് ചെയ്തതോടെ അവൾക്കാണ് പുറത്ത് നല്ല സപ്പോർട്ടെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ കിച്ചണിൽ കിടന്ന് നിങ്ങൾ അവളെ ടാർഗറ്റ് ചെയ്ത് ചീത്ത പറയുന്നത് മാത്രമാണ് പുറത്ത് പോയിട്ടുള്ളത്. അവൾ ഇവിടെ ചെയ്ത് കൂട്ടുന്ന ഒരു കാര്യവും വേറെ പുറത്ത് പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശൈത്യം, നീ സൂക്ഷിച്ചോ, അടുത്ത പണി നിനക്കാ കിട്ടാൻ പോകുന്നതെന്നാണ് എന്നോട് നെവിൻ പറഞ്ഞത്. എനിക്കറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോഴേക്കും അക്ബർ തലയിൽ കൈവച്ച് പറയുന്നുണ്ട്, അവളിവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊന്നും പുറത്തു പോകുന്നില്ലേന്ന്.